സെന്റ് ഗ്രിഗറി സ്കൂളിൽ വായനാ ദിനാചരണ ചടങ്ങ് നടന്നു. പ്രധാന അധ്യാപിക ബിനു തോമസ് സ്വാഗതം പറഞ്ഞു. PTA ചിഞ്ചു അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത കവി കുസുംഷര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഡോക്ടർ കുര്യാക്കോസ് മുണ്ടാടൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗൗതംകൃഷ്ണ കവിത ചൊല്ലി. മാസ്റ്റർ പരീൻ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സ്ലീവ ആന്റണി സ്കൂൾ പതിപ്പുകൾ പ്രകാശനം ചെയ്തു. ഉദ്ഘാടകനായ കുസുംഷര പുസ്തകങ്ങൾ നൽകി. വായനാ ദിനം വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. ആ മുദ്രാവാക്യവുമായി PN പണിക്കരുടെ ഓർമ്മയ്ക്കായി ദിനമായിട്ട് ആചരിക്കുന്നു. വായന ഉണ്ടാകുമ്പോഴാണ് ഭാവന ഉണ്ടാവുന്നത്. വായനയിലൂടെ നമ്മുടെ ചിന്തകൾക്കും നമ്മളുടെ കഴിവുകൾക്കും അക്ഷരങ്ങൾക്കും ഒക്കെ ഭാവന വളർത്താനായിട്ട് ഉള്ള ഒരു ദിനമായി ഇതിനെ നമ്മൾ ആഘോഷിക്കുന്നു. അധ്യാപകരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഇന്ന് ജൂൺ 19 ദേശീയ വായനാ ദിനമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഒരു വായനാ സംസ്കാരം രൂപപ്പെടുത്തിയ, കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് മുൻകൈയെടുത്ത PN പണിക്കരുടെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് നാം ആചരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വർഷം വിദ്യാരംഗം കലാ സാഹിത്യ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി ഇന്നിവിടെ നടക്കുകയാണ്. ഈ വർഷം സംസ്ഥാന ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന ബഡ്ഡിംഗ് റൈറ്റേഴ്സിൻ്റെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്കാണ് ഈ അധ്യയന വർഷം നമ്മൾ ഈ വായനാ ദിനത്തിലൂടെ നമ്മൾ തുടക്കം കുറിക്കുന്നത്. കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരിക, പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, കുട്ടികൾക്ക് സ്വന്തമായ രചനാ ശൈലികൾ രൂപപ്പെടുത്തുക എന്നിവയാണ് ഈ ബഡ്ഡിംഗ് റൈറ്റേഴ്സ് കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പും SSAയും ലക്ഷ്യമിടുന്നത്. ഈ ദിനത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, രക്ഷിതാക്കൾക്കും, PTA കമ്മിറ്റി അംഗങ്ങൾക്കും, സ്കൂൾ മാനേജ്മെൻറ്റിനും വായനാ ദിനത്തിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊള്ളു. വായനയോട് ബന്ധപ്പെട്ടുള്ള ഏത് പരിപാടികളും നമുക്ക് ആഹ്ലാദകരമാണ്. അതായത് പുതിയ തലമുറ വായനയുടെ ലോകത്ത് എന്നെന്നും ഉണ്ടാകട്ടെ എന്നുള്ളൊരു ആശംസയുണ്ട്. നമ്മളെല്ലാം ചെറുപ്പപ്രായത്തിൽ വായിക്കാനുള്ള ഒരു മാസിക പോലും സ്വന്തമായി വാങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ നമ്മൾ പ്രധാനമായിട്ടും വായനശാലകളെയാണ് ആശ്രയിച്ചിരുന്നത്. അവിടെ നിന്ന് കിട്ടിയ അറിവ് തന്നെയാണ് ഇന്ന് ഇങ്ങനെ നിന്നുകൊണ്ട് നമ്മൾ 4 വാക്ക് പറയാനുള്ള പ്രാപ്തരാക്കിയത്. നമ്മൾ ഒരുപാട് കാലം വായനശാലയുടെ അകത്തളങ്ങളിൽ കിട്ടിയിരിക്കുന്ന പുസ്തകങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് ഇന്ന് പുതിയ തലമുറ വായനയിലേക്ക് നിന്ന് അകന്നു പോകുമ്പോൾ ദുഃഖവും ഇതേപോലുള്ള സന്ദർഭങ്ങളിൽ ഇത് ഒത്തുചേരുമ്പോൾ വളരെ ആഹ്ലാദവുമാണ് ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളെ കണ്ടപ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അവരോട് കുറച്ച് കവിത ചൊല്ലണം ഉണ്ടായിരുന്നു, കുറച്ച് കഥ പറയണം എന്നുണ്ടായിരുന്നു. പക്ഷേ വേദി അതിനൊത്തതായിരുന്നില്ല. കുട്ടികളിൽ നിന്നുകൊണ്ടുള്ള ഞാൻ പങ്കെടുത്തുള്ള ഒരു 3-4 വേദികളിൽ കുട്ടികൾ ഇങ്ങനെ വീണിട്ടുണ്ട്. 10 മിനിറ്റിലൊക്കെ നിൽക്കുമ്പോൾ വീഴുന്നത്. അപ്പോൾ അന്ന് ഞാൻ മനസ്സിൽ കണക്കാക്കിയാണ്. പക്ഷേ ഒരു ഹാളിലായിരുന്നു നമുക്ക് വിശദമായിട്ടുള്ളൊരു ഇതൊക്കെ നടത്തായിരുന്നു. എന്നാലും വളരെ സന്തോഷപ്രദമായ ഒരു ദിവസമാണ് വായന ദിനം. കേരളത്തിൻ്റെ മാത്രമല്ല ദേശീയ വായനാ ദിനം കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് എല്ലാ ലോകത്തിലുള്ള ചുരുങ്ങിയ പക്ഷേ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും വായനയുടെ ലോകത്ത് അഭിനയിക്കാനുള്ള ഒരു ദിവസമായി ഇത് മാറിയത് തന്നെ ഏറ്റവും ആഹ്ലാദകരമാണ്. വളരെ സന്തോഷമുണ്ട്. അവർക്കെല്ലാം വായനാ ദിനാശംസ. അധ്യാപകരെ, പ്രിയ കുട്ടികളെ, ഭാഷ നമ്മുടെ ജീവിതത്തിന് ഒരു പുതിയ മാനം നൽകുന്നു. അറിവിൻ്റെ ഈ വലിയ സാഗരത്തിൽ നമ്മൾ വായനയിലൂടെയാണ് ഒരു പുതിയ സംസ്കാരത്തെ, ഒരു പുതിയ ദേശത്തെ, ഒരു ജനതയുടെ വികാരത്തെയും അവരുടെ ജീവിത രീതികളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് വായിക്കുക എന്ന് വെച്ചാൽ പുസ്തകങ്ങൾ മാത്രം വായിക്കലല്ല, ഈ പ്രകൃതിയും വായിക്കലാണ്. പാടത്ത് കാണുന്ന കൊച്ചുകളെയും മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടുന്ന കിളികളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും പൂക്കളെയും പുഴുക്കളെയും ഒക്കെ വായിച്ചെടുക്കുവാനായിട്ടുള്ള മനസ്സും അതിനുള്ള ചിന്താശക്തിയുമൊക്കെ ഉള്ളവരാണ് കവികളും കഥാകൃത്തുക്കളും നോവലെഴുത്തുകാരുമൊക്കെ മാറുന്നത്. അതിനാൽ ഈ പ്രകൃതിയെ വായിച്ചെടുക്കുവാൻ, ഈ പ്രപഞ്ചത്തെ വായിച്ചെടുക്കുവാൻ, അങ്ങനെ നല്ല മനുഷ്യരാകുവാൻ, നമ്മുടെ മനസ്സിലെ കാട്ടാളത്വം ഉപേക്ഷിച്ച്
മനുഷ്യത്വമുള്ള, കാരുണ്യമുള്ള, സ്നേഹമുള്ള മനുഷ്യരായിട്ട് തീരുവാൻ ഈ വായനാ ദിനം നിങ്ങളെ ഓരോരുത്തരെയും കരുത്തരാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും വായനാ ദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയ അധ്യാപകരെ, എച്ച് എം ബിനു ടീച്ചർ, പ്രിയ കുഞ്ഞുമക്കൾ, പണിക്കരുടെ മുദ്രാവാക്യം എന്തെന്നറിയാമോ? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേട്ടോ, ഒന്ന് പറഞ്ഞേ, വായിച്ചു വളരുക. ഇത്ര വെച്ചോളാം. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പറയും ഇനി നമ്മൾ വായിക്കണം. ടീച്ചറെ ചെറുപ്പകാലഘട്ടത്തിൽ പത്രമൊന്നും ഉണ്ടായിരുന്നില്ല. അന്നൊക്കെയും വീട്ടില് അമ്മ സാധനങ്ങളൊക്കെ പൊതിഞ്ഞു കൊണ്ടുവരുന്ന പത്രക്കടലാസുകളില്ലേ, അതൊക്കെയാണ് വായിക്കാൻ തരുന്നത്. അതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ ഡിഗ്രിക്ക് എക്കണോമിക്സ് ആണ് ആദ്യം കിട്ടിയത്. എന്നിട്ടും കൂടി ടീച്ചർ മലയാളത്തിൽ പോയി ചേർന്നു എന്നുള്ളതാണ്. നമ്മുടെ വായന നമ്മെ കൂടുതൽ അറിവുകളിലേക്കും ചിന്തകളിലേക്കും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുഭവങ്ങളുടെ വാതായനം നമുക്ക് തുറന്നു തരുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എന്റെ മുന്നിലായിരിക്കുന്ന കുഞ്ഞുമക്കള് എന്നും വായിക്കുവാനായിട്ട് താല്പര്യം കാട്ടണം. ബെന്യാമിന്റെ ആടുജീവിതം സിനിമ ഉണ്ടോ മക്കള്? അതൊക്കെ കണ്ട സിനിമ ഉണ്ടോ? കേൾപ്പിക്കേ ആടുജീവിതം നല്ലതല്ലേ? കൈ നട്ടത് കരഞ്ഞു ആരെങ്കിലും? കരഞ്ഞ? അത് ഞാൻ ടീച്ചർ പറയട്ടെ, ടീച്ചർ കരഞ്ഞില്ല കേട്ടാ. കാരണം അത് പുസ്തകത്തിൽ വായിക്കുമില്ല മക്കളെ, നമ്മുടെ കണ്ണിന് താനേ കണ്ണീര് വരും. അതേസമയം അപ്രവാളികളിലേക്ക് സിനിമയിലേക്ക് വന്നിട്ടില്ല, അവിടെ എവിടെയോക്കെ എന്തൊക്കെ ചോർന്നു പോയി. അപ്പോ ആ പുസ്തകം ഇവിടെ അധ്യാപകർ പലരും കൈമാറി വായിക്കുന്നുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും വായിച്ചു വളരാൻ മക്കൾക്ക് എല്ലാവിധ ആശംസകളും ടീച്ചർ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ കടമയിലേക്ക് ഇടുകയാണ്. ഇന്നേ ദിനം ഇവിടെ വന്ന് വായനാ ദിനത്തിന്റെ മാഹാത്മ്യം ഏറ്റവും നല്ല രീതിയിൽ മക്കളെ പറഞ്ഞ ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒപ്പം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നു മുതലേ ഇത്ര UP ക്ലാസ്സുകൾ വരെ ചെയ്യുന്ന എന്റെ അധ്യാപകരെ, അവരുടെ ആ ഒരു പ്രോത്സാഹനം കൊണ്ടാണ് ഇന്ന് മക്കൾ ഉടുപ്പും അതെല്ലാം അണിഞ്ഞു വരുന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട അധ്യാപകർക്ക്, അവരെ തയ്യാറാക്കിയിട്ട് എല്ലാ മാതാപിതാക്കൾക്കും ഇന്ന് പ്രിയർക്കും ഒരു സ്നേഹത്തോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മാനസിക സുഖത്തിന് ചികിത്സയും വിശ്രമവുമായി വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലുള്ള കൂട്ടുകുടുംബത്തിൽ കഴിയുമ്പോഴാണ് ബഷീർ ഇതെഴുതുന്നത്. കൂട്ടുകാരെ, വിദ്യാർത്ഥികളായ നാം ഓരോരുത്തരും ഉറപ്പായും ശീലമാക്കേണ്ട ഒരു ശീലമാണ് വായന. ഇക്കഴിഞ്ഞ എന്റെ അവധിക്കാലത്ത് ഞാൻ വായിച്ച ഒരു മനോഹരമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. ബഷീറിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട്. 1959 പ്രസിദ്ധീകരിച്ച പാത്തുമ്മയുടെ ആട് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേര് ഗ്രന്ഥകർത്താവ് നിർദ്ദേശിച്ചിരുന്നു. ബഷീറിന്റെ ഉമ്മ, സഹോദരങ്ങൾ, അവരുടെ ഭാര്യമാർ, കുട്ടികൾ അടങ്ങുന്ന ഒരു കൂട്ടുകുടുംബം ഒരു കൊച്ചു വീട്ടിൽ ഒരുമിച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. മാത്രം മഴവില്ലു പോലെ നീ വഴിയോരത്ത് എന്നെ കണ്ടാൽ ചിരിക്കാതെ പോകരുതേ, ഒന്നും പറയാതെ അറിയാതെ പോകരുതേ. ശ്രീ വിനോദ് പൂവക്കോടിന്റെ കാട്ടുപൂ എന്ന കവിതയാണ്. ചിതറി തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർ തുമ്പു മോഹിക്കും നിൻ
വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വാക്കുകൾ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അധ്യാപകർക്കും പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വായനാ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.